അസ്സലാമു അലൈക്കും. സീനാസ് ഫുഡ് ഡയറീസിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൂൺ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. കൂൺ അഥവാ മഷ്റൂമും ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഇത് ചപ്പാത്തിയോടൊപ്പമൊക്കെ ചൂടോടുകൂടി കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മഷ്റൂം കറിയാണ്. ചപ്പാത്തിയോടൊപ്പവും പൊറോട്ടയോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. വളരെ ടേസ്റ്റിയുമാണ്. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഞാൻ വാങ്ങിച്ച കൂണ് കേട്ടോ. 250 ഗ്രാമാണ്. ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന കൂണാണ്, കൃഷി ചെയ്യുന്ന കൂണാണ്. അപ്പോൾ ഇത് നമുക്കിതൊന്ന് ഇത് കവറൊന്ന് പൊട്ടിച്ചതിന് ശേഷം കഴുകി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ദാ കഴുകി നന്നായിട്ടൊന്ന് കഴുകി ഇതേ അളവിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ വളരെ ചെറുതുമല്ല വളരെ വലുതുമല്ലാത്ത പീസായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ പകുതി ചേർത്താൽ മതി കേട്ടോ. കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു കുറച്ച് അളവിൽ മാത്രം സവാള ചേർത്താൽ മതി. അപ്പോൾ ഒരു ചെറിയ സവാളയാണ് കേട്ടോ. അത് ഞാൻ മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയം നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ. തീ കൂട്ടി കൊടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതനുസരിച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതൊന്ന് വഴറ്റി കൊടുക്കാവേ. ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് കേട്ടോ. അത് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ആ സവാളയും മുളകും ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മഷ്റൂം കഴുകിയത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ സവാളയും ക്യാപ്സിക്കവും നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കൂണിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. ചെറിയ പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ ഒരു 3-4 മിനിറ്റ് കൊണ്ട് ഇതൊന്ന് വെന്ത് കിട്ടും. ഇതിപ്പോൾ ഇച്ചിരി കൂടെ വലിയ സൈസായിട്ട് കൂണ് അരിഞ്ഞിട്ടത് കൊണ്ട് നമുക്കൊരു 5-6 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കൂൺ ഇവിടെ നന്നായിട്ടൊന്ന് വാടി നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി ചില്ലി പൗഡറും സാദാ മുളകും കൂടി ചേർത്ത് പൊടിച്ച പൊടിയാണ് കേട്ടോ. അതൊരു 3/4 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ എരിവ് ചേർക്കേണ്ട ആവശ്യമില്ല. അതിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. അപ്പോൾ അതാ മുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ കച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ കച്ചപ്പ് ചേർത്ത് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് അതൊന്ന് ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ കച്ചപ്പ് ചേർക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ കൂണ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ വേറൊരു പാത്രത്തിലേക്ക് കൂണ് മൊത്തം ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതേ പാൻ തന്നെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇത് ബട്ടർ വെച്ചാണ് ഈ കൂൺ ഉണ്ടാക്കുന്നത് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുക. ഇത് ചപ്പാത്തിയുടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു കൂൺ കറിയാണ്. അപ്പോൾ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം.
ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊന്നിട്ട് വഴറ്റി കൊടുക്കുക. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ഒരു ചെറിയ കളറൊക്കെ മാറിയിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് എണ്ണയിൽ പിടിച്ച് വരണം. ഈ സമയം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി രണ്ടും കൂടി തമ്മിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. പാലും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ യഥാർത്ഥത്തിൽ ഇതൊരു വൈറ്റ് സോസാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി വരും. അപ്പോൾ ഇതാ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. വൈറ്റ് സോസും കൂടെ റെഡിയായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന മഷ്റൂം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി കട്ടി തോന്നിക്കുന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വീണ്ടും ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഇത്തിരി കട്ടി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ കൂണ് മാറ്റി വെച്ച ആ ബൗൾ ഒന്ന് കഴുകിയിട്ട് അത് 1/4 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ വെള്ളത്തിന് പകരം പാലൊഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ വറ്റൽമുളക് മിക്സിയിൽ പൊടിച്ചതാണേ. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചില്ലി ഫ്ലേക്സും നല്ല മുളക് പൊടിയും നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് നല്ല തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ ഒപ്പവും പെറോട്ടയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു കൂൺ കറിയാണേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ചെറിയ ചൂടോടുകൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അഥവാ ഇനി നമ്മൾ കഴിക്കുമ്പോൾ ചൂട് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാ ഫ്ലെയിം ഓഫാക്കി. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ മഷ്റൂം കിട്ടുന്നെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. എല്ലാ കടകളിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മഷ്റൂം കറി ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മഷ്റൂം കിട്ടുന്നെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാകും. ചെറിയ ചൂടോടുകൂടി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം കറിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ആ തൊട്ടടുത്ത് ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ എത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്ക് എല്ലാവർക്കും താങ്ക്